എറണാകുളം കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണെന്ന ആരോപണവുമായി കുടുംബം പോലീസിൽ പരാതി നൽകി. പ്രസവത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായ യുവതിയെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിറവം സ്വദേശി ജോമോന്റെ ഭാര്യ ജോയ്സിയെ പ്രസവത്തിനായി ഈ മാസം 10-നാണ് കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ വേദന വരാത്തതിനെ തുടർന്ന് പ്രസവം നീട്ടിവച്ചു. 12-ാം തീയതി വൈകുന്നേരം ആരോഗ്യനില പെട്ടെന്ന് മോശമായതിനെ തുടർന്ന് യുവതിയെ സിസേറിയന് വിധേയയാക്കിയെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടർ ദേവമാതാ ഹോസ്പിറ്റൽ കൂത്താറിലാണ് നോക്കി. ഡോക്ടറുടെ പേര് ബാബുരാജ് എന്നാണ്. ടെസ്റ്റുകളൊക്കെ നടത്തി കൊച്ചുണ്ടാവുന്ന സമയം തൊട്ടുള്ള പ്രഗ്നന്റ് ആയ സമയം തൊട്ട് ഞങ്ങൾ അവിടെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം അഡ്മിറ്റ് ആയി. അന്ന് കുഴപ്പമൊന്നുമില്ല. 11-ാം തീയതി രാവിലെ ഡോക്ടർ വന്നിട്ട് പെയിൻ വരാനുള്ള ഇത് ചെയ്യാൻ ടാബ്ലറ്റ് വയ്ക്കാന്ന് പറഞ്ഞു. രക്തസ്രാവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ യുവതിയെ കോട്ടയം കാരിത്താസ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസവും വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത്. ഇന്ന് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. ചികിത്സാ പിഴവ് ആരോപിച്ച് കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിക്കെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകി. അതേസമയം വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. റിപ്പോർട്ടർ, കൊച്ചി.